students. Today we are start our lesson with an important question. It's very important because this type of question you can expect for your examination. The question is that a cylindrical copper wire is drawn to extend its double. What change occur in resistivity and resistance of new wire? നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ട്രിക്കൽ, അതായത് കോപ്പർ വയർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സിലിണ്ട്രിക്കൽ ഫോമിലായിരിക്കുമല്ലോ ഉണ്ടാവുക അല്ലേ? ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ് അല്ലേ? ഒരു സിലിണ്ട്രിക്കൽ ഫോമിലല്ലേ നമ്മുടെ കോപ്പർ വയർ എന്ന് പറയുമ്പോൾ. ആ കോപ്പർ വയറിനെ നമ്മൾ വലിച്ച് നീട്ടി ഡബിളാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കോപ്പർ വയർ റബ്ബറിൻ്റെ പോലെയൊക്കെ വലിച്ച് നീട്ടാൻ പറ്റുമെന്നല്ലേ? അങ്ങനെയല്ല. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ വയറിനെ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഡബിളാക്കാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഡബിളാക്കിയിട്ടോ നമുക്ക് എത്ര ഇഷ്ടമുള്ള വെച്ചാൽ അത്ര നമുക്കതിനെ ഡബിളാക്കേ അല്ലെങ്കിൽ 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുക, ലെങ്ത്ത് ഇട്ട് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ചേഞ്ച് ഒക്കെ ഇൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി. ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ബൈ ചേഞ്ചിങ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതിക്ക് ചേഞ്ച് ഉണ്ടാവും. ബട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഫിക്സഡ്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഈസ് സെയിം ഫോർ ഓൾ കോപ്പർ. ഒരു കോപ്പർ വയറിൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അത് എല്ലാ കോപ്പറിനും സെയിം ആണ്, സെയിം റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ബട്ട് മാറ്റം ഉണ്ടാവുക എന്തിലാണ്? റെസിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഈസി ആയിട്ട് ചിന്തിച്ച് സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ നമുക്കിതൊന്ന് ഒരു പ്രോബ്ലമാറ്റിക് മെത്തേഡിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈ ഒരു പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊന്നുകൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ഡൂയിങ് ദിസ് വൺ ബൈ യൂസിങ് 2 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മളുടെ ആ കോപ്പർ വയർ നമ്മളിവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ദിസ് ഈസ് അവർ കോപ്പർ വയർ. ഇറ്റ്സ് റെസിസ്റ്റൻസ് ക്യാൻ ബി റിട്ടൺ ആസ് R1. ജസ്റ്റ് സിമ്പിളായിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ R1 എന്ന് കൊടുക്കുകയാണ്. Its area of cross section is A. Its length is L. Its resistivity is rho. ഇത്രയും ടേം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, റെസിസ്റ്റൻസ് R1, ലെങ്ത്ത് L, റെസിസ്റ്റിവിറ്റി റോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിഗ് കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. R1 is equal to, R1 means resistance of the wire is equal to rho into L by A. അങ്ങനെയല്ലേ ഇക്വേഷൻ ഉണ്ടാവുക? റോ എൽ ബൈ എ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ റോ എൽ ബൈ എ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി സ്റ്റെപ്പ് 2ൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഒരു സിലിണ്ട്രിക്കൽ കോപ്പർ വയറിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഡ്രോൺ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഡബിൾ എന്ന് വെച്ചാൽ വലിച്ച് നീട്ടി അതിനെ നമ്മൾ ഡബിളാക്കുകയാണ്. വലിച്ച് നീട്ടി ഡബിളാക്കുക എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ലെങ്ത് ബിക്കം 2L. ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ബിക്കം A/2. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. ആ റബ്ബർ ബാൻഡ് നമ്മളൊന്ന് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, ഇല്ലേ? അതുപോലെ സെയിം മെത്തേഡ് ഈ കോപ്പർ വയറിനെ ഞാൻ വലിച്ച് നീട്ടി ഡബിളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് നേരെ പകുതിയാകും, അല്ലേ? ഹാഫ് ആകും. അപ്പോൾ ലെങ്ത്ത് 2L ആകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ടാണ് മാറുക? A/2 ആയിട്ട് മാറും. അങ്ങനെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകും, കാരണം ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാകും. ഇറ്റ്സ് ഗിവൺ ആസ് R2. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നോ ചേഞ്ച് ആണ്, കാരണം നമ്മൾ എല്ലാ കോപ്പറിനും സെയിം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്പർ അല്ലാതായിട്ട് മാറുന്നില്ലല്ലോ, കോപ്പർ തന്നെയല്ലേ സംഗതി. റെസിസ്റ്റിവിറ്റി ഈസ് സെയിം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുക.
What is that equation? R2 is equal to റെസിസ്റ്റിവിറ്റി സെയിം ആണ്, റോ തന്നെയാണ്. അപ്പോൾ റോ ലെങ്ത് എന്തായി മാറിയിട്ടുണ്ട്? 2L. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായി മാറി? A/2. ഇത്രയും ടേംസ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൊണ്ട് റീറൈറ്റ് ചെയ്യാണ്. R2 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ A/2. ഇതിന് നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? R2 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L A/2 എന്നുള്ളതിന് പകരം നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ ബൈ A/2 എന്നുള്ളതിന് പകരം നമ്മളതിനെ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ബൈ A/2 എന്നല്ലേ, അതിന് പകരം ഇൻറ്റു കൊടുക്കുക. ഇൻറ്റു കൊടുക്കുമ്പോൾ A/2 എന്ന് കൊടുക്കരുത്, 2/A എന്ന് കൊടുക്കണം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 2 4, ബാക്കി റോ L ബൈ A, ഇറ്റ് ഈസ് R2. ദർഫോർ R2 ഈസ് ഈക്വൽ ടു 4 അവിടെ എഴുതി. റോയൽ ബൈ എ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ റോയൽ ബൈ എ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. റോയൽ ബൈ എൻ്റെ വാല്യൂ എന്താണ്? R1 ആണ്. കണ്ടോ, R1 ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ. ഈ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് R1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, റോയൽ ബൈ എ. അപ്പോൾ നമ്മൾ നേരെ അതിവിടെ പുട്ട് ചെയ്യാണ്, നേരെ ഇതിവിടെ കൊടുക്കുകയാണ്. R2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റോയൽ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? R1 അല്ലേ. അപ്പോൾ R2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു R1 എന്നാണ് കിട്ടിയതല്ലേ. R2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് പുതിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് എത്രയാണോ അതിനോടൊപ്പം 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അതായത് അതിനോടൊപ്പം നമ്മൾ 4നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ R1ൻ്റെ വാല്യൂ, അതായത് ഫസ്റ്റ് ടൈമിലുള്ള റെസിസ്റ്റൻസ്, അതായത് എക്സ്റ്റെൻഡ് ചെയ്യാത്ത ടൈമിലുള്ള ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഈ കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് R1 ഈക്വൽ ടു ഒരു 10 ഓം ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡബിളാക്കി കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ ഡബിളാക്കി കഴിഞ്ഞാൽ R2 ഈസ് ഈക്വൽ ടു എന്തുണ്ടാവുക? 4 ഇൻറ്റു 10 എത്ര കിട്ടുക? 40. അപ്പോൾ എക്സ്റ്റെൻഡ് ടു ഡബിൾ എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും ചിന്തിക്കുക ലെങ്ത്ത് ഡബിൾ ആകണു, അപ്പോൾ റെസിസ്റ്റൻസും ഡബിൾ ആകുന്നതായിരിക്കും. ബട്ട് റെസിസ്റ്റൻസ് ഡബിൾ ആവല്ലേ ചെയ്യുന്നത്, 4 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 4 ടൈംസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് എഫക്റ്റും അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സും ഒരുമിച്ച് അതിൽ ആക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൽ ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതായത് ലെങ്ത്ത് ഡബിൾ ആകണു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാകണു. ലെങ്ത്ത് ഡബിൾ ആകുമ്പോൾ 2 ടൈംസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാകുമ്പോൾ 2 ടൈംസ് ഇൻക്രീസ് ചെയ്യും. മൊത്തത്തിൽ അതൊരു 4 ടൈംസ് ഇൻക്രിമെൻ്റാണ് ന്യൂ റെസിസ്റ്റൻസിൽ ഉണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവുക എന്നല്ലേ. റെസിസ്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുമെന്ന് എഴുതി വെക്കാം. റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻ ടു 4 ടൈംസ്, ബട്ട് റെസിസ്റ്റിവിറ്റി ഹാസ് നോ ചേഞ്ച്. റെസിസ്റ്റിവിറ്റി ഹാസ് നോ ചേഞ്ച്. ഒന്ന് മനസ്സിലാക്കുക, നമ്മളൊരു കണ്ടക്ടറിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. റെസിസ്റ്റിവിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, നൗ we are going to discuss 2 types of combination we have. That means, consider we have a resistor. Resistor means it can provide resistance. Resistance provide electric currentനെ തടഞ്ഞു വെക്കാൻ പറ്റുന്ന ഏതൊരു കണ്ടക്ടറിനെയും നമുക്ക് റെസിസ്റ്റർ എന്ന് വിളിക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. The next resistor is this one, the next resistor is this one, its resistance is R1, its resistance is R2, its resistance is R3. അങ്ങനെ പല റെസിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള വാല്യൂ അവിടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. R1, R2, R3 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ these 3 resistors can be connected in 2 methods. First one, series combination, and second one, parallel combination. Series combination and parallel combination. First of all, what is series combination? Series combination, it's very simple one. First of all, we have first resistor, its resistance is R1,
and second resistor, its resistance is R2, and third resistor, its resistance is R3. These three resistors are connected one by one in a series manner. അല്ലെ, ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു മാലയിൽ മുത്തുകൾ അടുക്കി വെക്കണ പോലെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് കണക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ഞാനിപ്പോൾ 3 റെസിസ്റ്റേഴ്സാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇഫ് യു ഹാവ് മോർ റെസിസ്റ്റേഴ്സ് യു ക്യാൻ കണക്ട് അക്കോർഡിംഗ്ലി. ജസ്റ്റ് വി ഹാവ് the fourth resistor, we can connect just like this. It is R4, then it is R5, just like this. It is series combination. Then we are going to connect it with a battery. ഇതിനെ നമ്മൾ ഇനി ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് എ കീ ഓർ എ സ്വിച്ച്. അവിടെ നമ്മളൊരു കീ അല്ലെങ്കിൽ സ്വിച്ച് എന്ന് നമ്മളതിനെ വിളിക്കും. ഇതാണ് നമ്മുടെ സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനാണ് ഞാൻ ഈ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടെണ്ണം ഉള്ളെങ്കിലും നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഫസ്റ്റ് R1, സെക്കൻഡ് R2, അല്ലേ? ഇങ്ങനെ കണക്ട് ചെയ്താലും തന്നെയാണ് സീരീസ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു റെസിസ്റ്റർ മറ്റൊരു റെസിസ്റ്ററിനോടൊപ്പം എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഇതുപോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് വരാം. നെക്സ്റ്റ് വൺ വി ഹാവ് ടു കണക്ട് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ ഈസ് ഓൾസോ കോൾഡ് ബ്രാഞ്ച് സർക്യൂട്ട്. പാരലൽ കോമ്പിനേഷനെ നമ്മൾ വിളിക്കണ മറ്റൊരു പേരാണ് ബ്രാഞ്ച് സർക്യൂട്ട് എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിങ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ സീരീസ് കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ബ്രാഞ്ചിങ് കാണാൻ പറ്റുന്നില്ല. ഒരു മാല പോലെ ഇങ്ങനെ അടുക്കി അതിൽ മുത്തുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ബട്ട് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ അതിനകത്തൊരു ബ്രാഞ്ചിങ് ഉണ്ടാവും. ഓക്കെ, നമുക്കത് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. അത് നമ്മുടെ കയ്യിൽ 2 റെസിസ്റ്ററിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഫോം ചെയ്യാം. 2 or 2 കൂടുതലുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റർ R1, സെക്കൻഡ് റെസിസ്റ്റർ R2, തേർഡ് റെസിസ്റ്റർ R3. ഇങ്ങനെ എത്ര വേണമെങ്കിലും കണക്ട് ചെയ്യാവേ. ഇങ്ങനെ കണക്ഷൻ കൊടുത്തു. ദെൻ ഇത് ഒരു ബ്രാഞ്ച് പോലെ ഫീൽ ചെയ്യും നമുക്കപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്ത്, ഇത് വയറാണ്, നേരെ ബാറ്ററിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് പാരലൽ കോമ്പിനേഷൻ. ഇത് ബാറ്ററിയാണ് നമുക്കറിയാമല്ലോ അല്ലേ, ഒരു 10 വോൾട്ടിൻ്റെ ബാറ്ററിയാണെന്ന് കരുതുക. സോറി, ഒരു കീ കൊടുക്കാൻ വിട്ടുപോയി. ഒരു കീ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇലക്ട്രിക് കറണ്ട് വിൽ ഫ്ലോ. ഇലക്ട്രിക് കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ വരുന്ന ഇലക്ട്രിക് കറണ്ട് നോക്കിയേ, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 3 വഴിയുണ്ട്. 3 ബ്രാഞ്ചായിട്ട് ഇലക്ട്രിക് കറണ്ടിന് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഈ ഡയറക്ഷനിലോട്ട് ഇലക്ട്രിക് കറണ്ടിന് പാസ് ചെയ്യാം, ഒന്ന് ഈ ഡയറക്ഷനിലോട്ട് ഇലക്ട്രിക് കറണ്ടിന് പാസ് ചെയ്യാം, ഒന്ന് ഈ ഡയറക്ഷനിലോട്ട് ഇലക്ട്രിക് കറണ്ടിന് പാസ് ചെയ്യാം. അങ്ങനെ വരുന്ന ടോട്ടൽ കറണ്ട് 3 ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് ഇതിലൂടെ പോകാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഒരു 5 ആംപിയർ ആണെന്ന് കരുതുക. ആ കറണ്ട് ഇതിൽ കൂടി ഒരു 2 ആംപിയർ കറണ്ട് പാസ് ചെയ്തു. ഇതിൽ കൂടി ഒരു 0.5 ആംപിയർ കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്തു. 0.5 ആംപിയർ കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്തു. ബാക്കി ഒരു 2.5 ആംപിയർ കറണ്ട് ഇതിൽ കൂടിയും പാസ് ചെയ്യാണ്. ഇതിൽ കൂടെ 2 ആംപിയർ, ഇതിൽ കൂടി 0.5, ഇതിൽ കൂടി 2.5. ഇപ്പോൾ നോക്ക്, ഇതിൽ കൂടി 2 ആംപിയറും ഇതിൽ കൂടി 0.5ഉം ഇതിൽ കൂടി 2.5, ഇങ്ങനെ 3 തരത്തിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ 3 തരത്തിൽ കറണ്ട് പാസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ R3 എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു റെസിസ്റ്റർ, അതിന് റെസിസ്റ്റൻസ് വെരി ലെസ് ആയിരിക്കും. റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞതുകൊണ്ടാണ് ഇതിൽ കൂടി ഉള്ളതിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്ത്. ഇതിൽ കൂടി കുറച്ച് കറണ്ടേ പാസ് ചെയ്തുള്ളൂ അല്ലേ. ഇത് 2ഉം 2.5, ഇത് 0.5 ഉള്ളൂ, കുറച്ച് കറണ്ടേ പാസ് ചെയ്തുള്ളൂ. എന്താ റീസൺ? ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് എമംഗ് ദീസ് 3. ഈ 3 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക ആരായിരിക്കും ഉണ്ടാവുക? ഈ R2 ആയിരിക്കും. അപ്പോൾ ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. കറണ്ട് ഇങ്ങനെ വരുന്ന കറണ്ട് ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, 3 ബ്രാഞ്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇൻ സീരീസ് കോമ്പിനേഷൻ അങ്ങനെ ഒരു ബ്രാഞ്ചിങ് എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ എന്നും ഈ കോമ്പിനേഷനെ നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്നായിരിക്കും പറയുന്നുണ്ടാവുക.